അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാരെ പഠനമൊക്കെ എവിടെ എത്തി? പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ. അപ്പോഴപ്പോഴേ പഠിച്ചുകൊണ്ട് എന്ത്? അന്നാന്നിരിക്കണ ആ ആ അപ്പൊ നിങ്ങൾക്ക് മംനൂമിന് സർഫിൽ ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ? ഇല്ല, അത് മനസ്സിലായി. നിങ്ങൾ ശരിക്കും കൂടെ ഉറപ്പിക്കണം. അപ്പൊ മംനൂമിന് സർഫിൽ ഞാൻ രണ്ട് പ്രത്യേകതകൾ പറഞ്ഞിരുന്നു. അതിലൊന്ന് എന്തേനു? ഒന്ന് തെൻവീൻ കളയും. തെൻവീന് സ്വീകരിക്കാത്ത പദങ്ങളാണ് മംനൂമിന് സർഫ്. രണ്ടാമത്തെ പ്രത്യേകത എന്താ? സ്വീകരിക്കില്ല. ആ, അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ആ കെസറിന് മംനൂമിന് സർഫില് സ്വീകരിക്കൂല. അതിന് പകരം കെസറിന് പകരം എന്തായിരിക്കും? ഫത്തഹ ആയിരിക്കും. അതാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അദ്ദർസു സാലിസു വൈശുറുൻ, ചാപ്റ്റർ 23. ഇതാണ് ലാസ്റ്റത്തെ ചാപ്റ്റർ. ഇത് കൺക്ലൂഷൻ ആണ്. അതായത് മംനൂമിന് സർഫിന്റെ കൺക്ലൂഷൻ ആണ്. അഥവാ ഈ സെമ്മിന്റെ കൺക്ലൂഷൻ, സെം 1ന്റെ കൺക്ലൂഷൻ ചാപ്റ്റർ ആണ്. അപ്പൊ ഇതോടുകൂടി നിങ്ങൾ ഈ സെം 1ലുള്ള കൺഫ്യൂഷൻ ഫുള്ളും തീർന്നിരിക്കണം. അപ്പൊ ഒന്നാമത്തേത് എന്താണ്? അൽ മുദദ്ദിസു. മൻ അൻത യാ അഖി. മൻ അൻത, നീ ആരാണ്? യാ അഖി, എന്റെ സഹോദര. അപ്പൊ അതെന്താ വായിക്കാൻ അടുത്തുള്ളത്? തോലിബുൻ ജദീദ്. അല്ല, ആ പേരെന്താ വായിക്കാം? അഹമ്മദു. അഹ്മദു. അഹ്മദു എന്ന് വായിക്കാൻ പറ്റൂല, അഹ്മദു എന്നാണ് വായിക്കുന്നത്. കാരണം അത് എന്താണ്? അഫ്അലു പാറ്റേണിൽ വരുന്ന നാമ ആയതുകൊണ്ട് മംനൂഉൻ സർഫാണ്. തെൻവീന് സ്വീകരിക്കില്ല. അപ്പൊ എന്താണ്? അന താലിബുൻ ജദീദുൻ, ഞാൻ പുതിയ വിദ്യാർത്ഥിയാണ്. അൽ മുദരിസു, അധ്യാപകൻ. മസ്മുക, നിന്റെ പേര് എന്താണ്? അപ്പൊ അഹമ്മദ് പറയാണ്, ഇസ്മി അഹ്മദു, എന്റെ പേരെന്താണ്? അഹമ്മദാണ്. എന്റെ പേര് അഹമ്മദാണ്. അപ്പം ഇവിടെ അഹമ്മദിന് തെൻവീന് സ്വീകരിക്കൂല, തെൻവീന് കളയപ്പെട്ടതാണ് മംനൂഉൻ സർഫ് ആയതുകൊണ്ട്. അപ്പൊ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ഒരു ഇസ്മിന്, അതായത് ഒരു പദത്തിന്റെ അടയാളം എന്താണ് അടിസ്ഥാനപരമായിട്ട് നോർമൽ ആയിട്ട്? ലൊമ്മാണ്. ലൊമ്മാണ് അടിസ്ഥാനപരമായിട്ട് എല്ലാ പദത്തിന്റെ അടയാളം. അത് പിന്നെന്താണ്? ഓരോ അവസ്ഥയിൽ എന്താണ് ചേഞ്ച് ആവുന്നതാണ്. അപ്പൊ ഇതിനെവിടെ ചേഞ്ച് ആവുന്നത് എന്താണ്? ഇവിടെ എന്താണ് തെൻവീന് സ്വീകരിക്കാത്ത എന്താണ്? കാരണം അത് മംനൂഉൻ സർഫ് ആയതുകൊണ്ട്. ലൊമ്മ പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു പേര് പറയുമ്പോ മുഹമ്മദുൻ, പിന്നെന്താ പറയാ? ഹാമിദുൻ. അങ്ങനെ ലൊമ്മ തെൻവീൻ ഇട്ടിട്ടാണ് പറയാ. അപ്പൊ ഇവിടെ തെൻവീന് സ്വീകരിക്കാത്തത്, ഇവിടെ തെൻവീന് സ്വീകരിക്കാത്തത് അഥവാ ഗൈറു മുൻസരിഫ് ആയതുകൊണ്ട്, അഥവാ മംനൂഉൻ സർഫ് ആയതുകൊണ്ടാണ്. അടുത്തത് അൽ മുദരിസു, അധ്യാപകൻ. മിൻ ഐന അൻത, നീ എവിടെ നിന്നാണ്? വേർ ആർ യു ഫ്രം, നീ എവിടെ നിന്നാണ്? അപ്പൊ അഹമ്മദ് പറയാണ്, അന മിൻ പാകിസ്ഥാന. അന മിൻ പാകിസ്ഥാന, ഞാൻ പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പൊ ഇവിടെ എന്തുകൊണ്ടാണ്? ഇവിടെ മിന്ന വന്നാൽ കസ്റല്ലേ കൊടുക്കേണ്ടത്? എന്തുകൊണ്ടാ ഫത്ഹ കൊടുത്തത്? എന്ത്? മംനൂഉൻ സർഫ് പദങ്ങള് കസറിന് പകരം മംനൂഉൻ സർഫ് ആണ് പറഞ്ഞത്. പക്ഷെ ഇത് ഏത് കാറ്റഗറിയിലാ വരാം? അറബി അല്ലാത്ത അനർബിക്. അനറബി പദാണ് എന്ത്? പാകിസ്ഥാന. അനറബി പദാണ് എന്ത്? പാകിസ്ഥാന. അടുത്തത് അനറബി പദായതുകൊണ്ട് പാകിസ്ഥാൻ എന്നായി. അപ്പൊ എന്താണ്? മിന്ന് വന്നതിനോണ്ട് കസ്റിന് പകരം ഫത്തഹ ആണ് മംനൂഉൻ സർഫിൽ സ്വീകരിക്കാം. അൽ മുദരിസു, അധ്യാപകൻ.
ഇന്ദി എന്റെ അടുക്കലുണ്ട്. സബ്അത്തു ദഫാത്തിറ എന്റെ അടുക്കൽ എന്തുണ്ട്? 7 നോട്ട്ബുക്കുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് പറഞ്ഞുതരും. ഇവിടെ ഈ സെന്റൻസ് എന്താണ്? നിങ്ങൾ പഠിച്ചത് പ്രകാരം എന്താണ് ശരിക്കും അടയാളം വരുന്നത്? ദഫാത്തിരി എന്നാണ് വരേണ്ടത്. ആ ദഫാത്തിരി എന്നാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ദഫാത്തിറ എന്ന് വന്നത്? മമ്നൂമിന് ഷർഫായതുകൊണ്ട് മമ്നൂമിന് സർഫ് ആയതുകൊണ്ട്. അത് ഏത് കാറ്റഗറിയിലാണ് വരെ ഈ ദഫാത്തിറ എന്നുള്ളത്? മഫായിലു പാറ്റേൺ. മഫായിലു അതന്നെ മഫായിലു പാറ്റേൺ ആണ്. അഥവാ മഫായിലു അതായത് മസാജിദോ മദാരിസു ഇങ്ങനത്തെ പാറ്റേണിൽ വരുന്നതാണ് എന്ത്? ദഫാത്തിറു. അപ്പൊ എന്താണ്? നമ്മള് 3 മുതൽ 10 വരെയുള്ള നാമത്തിന്റെ എന്താണ്? മഅദൂദ് എന്തായിരിക്കണം? എപ്പോഴും മജ്റൂർ ആയിരിക്കണം. ജംഉ ആയിരിക്കണം, മജ്റൂർ ആയിരിക്കണം. അപ്പൊ ഇവിടെ എന്താണ്? മജ്റൂർ പറഞ്ഞാല് തെൻവീനുള്ള കസറായിരിക്കണം. അപ്പൊ എന്താണ് ഇവിടെ കൊടുക്കാത്ത? എന്താണ്? ദഫാത്തിറ എന്നുള്ളത് എന്താണ്? മഫായില് പാറ്റേണിലാണ്. അപ്പൊ മമ്നൂമിന സർഫിൽ പെടുന്നതാണ്. അപ്പൊ തെൻവീന് പറ്റൂല ഇവിടെ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കസറ് പറ്റൂല. ദഫാത്തിറ എന്നുള്ളത് എന്താണ്? മഫായില് പാറ്റേണിലാണ്. അപ്പൊ എന്താണ്? തെൻവീനും സ്വീകരിക്കൂല. അതുകൊണ്ടാണ് ഇവിടെ ദഫാത്തിറന്ന് കൊടുക്കാഞ്ഞത്. ദഫാത്തിറന്ന് കൊടുക്കാഞ്ഞത് അതുകൊണ്ട്. തെൻവീന് സ്വീകരിക്കൂല. മറ്റൊരു കാര്യം എന്താണ്? ഇവിടെ കസറ് സ്വീകരിക്കൂല. അതിന് പകരം ഫത്തഹാണ് കൊടുത്തത്. അപ്പൊ ഇന്ദി സബ്അത്തു ദഫാത്തിറ എന്റെ അടുക്കൽ 7 നോട്ട്ബുക്കുകൾ ഉണ്ട്. ലിമൻ ഹിയ അവ ആർക്കുള്ളതാണ്? അതായത് ആ നോട്ട്ബുക്കുകൾ പറഞ്ഞ അവ ആർക്കുള്ളതാണ്, ആരുടേതാണ് അത്. അപ്പൊ ഇവിടെ അടുത്ത ഇസ്മ എന്താ വായിക്കുക? അബ്ബാസ്. വായിച്ചോളി. അവസാനത്തെ പോലത്തെ അബ്ബാസ്. അബ്ബാസ്. കാരണം തെൻവീനിട്ട് വായിക്കാൻ കാരണം എന്താണ്? ഇത് മമ്നൂന സർഫിൽ പെടുന്നതല്ല. അതുകൊണ്ട് നമുക്ക് തെൻവീനിട്ട് വായിക്കാം. അബ്ബാസുൻ. ഹാത്തി യാ ഉസ്താദു ഉസ്താദെ കൊണ്ടുവരൂ. ഹാദാലി. അപ്പൊ ഉസ്താദ് നേരത്തെ അധ്യാപകൻ എന്താ വെച്ചാൽ ഈ നോട്ട്ബുക്കുകൾ എന്റെ അടുക്കൽ 7 നോട്ട്ബുക്കുകൾ ഉണ്ട്, ഇത് ആരുടേത്? അപ്പൊ അബ്ബാസ് പറയാണ് എന്താണ്? ഉസ്താദെ അത് കൊണ്ടുവരൂ. ഹാദാലി ഇത് എന്റേതാണ്. ഹാദാലി പറഞ്ഞ ഇത് എനിക്കുള്ളതാണ്. ഹാദാലി മുഹമ്മദിൻ ഇത് മുഹമ്മദിന്റേതാണ്. ഹാദാലി ഹാമിദിൻ ഇത് ആരുടേതാണ്? ഹാമിദിന്റേതാണ്. അപ്പൊ ഇവിടെ ഒക്കെ നോക്കി നമുക്ക് എന്ത് കാണാം? ലീ വന്നതുകൊണ്ട് എന്ത് ചെയ്ത്? കസറ് വന്നു. കസറ് വന്ന് തെൻവീനുള്ള കസറ് വന്നു. കാരണം ഇതൊക്കെ എന്താണ്? മമ്നൂമിന സർഫിൽ പെടാത്തതാണ്. അഥവാ മസ്കുലിൻ നെയിംസ് ആണ്. അഥവാ മസ്കുലിൻ നെയിംസ് പറഞ്ഞാൽ അവസാനം ഞാൻ പറഞ്ഞിരുന്നു, അവസാനം താമാർബൂത്ത് ഉള്ളതിന് എല്ലാത്തിനും കസറ് കൊടുക്കണം. അല്ല മമ്നു ഇതാണെന്ന് തെൻവീന് അതായത് വ്യക്തി സ്ഥലങ്ങളോ നാമങ്ങളാട്ടോ. അങ്ങനെ അവസാനം താമാർബൂത്ത് ഉള്ളതിന് കളയപ്പെടാം. അതായത് വ്യക്തി സ്ഥല നാമങ്ങൾ. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിന്റെ പേരുടെ അവസാനം താമാർബൂത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? അത് മമ്നൂമിൻ സർഫിൽ പെടുന്നതാണ്. അഥവാ തെൻവീന് കളയപ്പെടും. പിന്നെ കസറിന് പകരം ഫത്തഹാണ് സ്വീകരിക്കുക. വ്യക്തി സ്ഥല നാമങ്ങൾ. പിന്നെ ഇതിന്റെ ഇടയിൽ കൂടി ഞാനൊരു കാര്യം പറയട്ടെ. ഇതിന്റെ ഞാനൊരു ഇത് പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ടേനു. ഇവിടാണ്. ഇതില് ഞാൻ ഔറൂബ ബിലാദുൽ ഫിൽ ഔറൂബ എന്നുള്ളതിന് ഞാൻ അമേരിക്ക എന്ന് പറഞ്ഞു. അമേരിക്ക യൂറോപ്യൻ കൺട്രിയിൽ പെടൂല കേട്ടോ. അത് ഞാൻ അറിയാതെ പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയണം വിചാരിച്ചു മറന്നുപോയതേനു. അപ്പൊ യൂറോപ്യൻ കൺട്രീസിൽ എന്ത് പെടൂല? അമേരിക്ക വേറെ അമേരിക്കൻ കൺട്രീസിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇവിടെ എത്തി. അപ്പൊ എന്താണ് അവസാനം? വ്യക്തിസ്ഥല നാമങ്ങൾ. ആ വ്യക്തി സ്ഥല നാമങ്ങളുടെ അവസാനം താമാർബൂത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? തെൻവീന് കളയപ്പെടും. പിന്നെ എന്താണ്? കസറിന് പകരം ഫത്തഹായിട്ട് സ്വീകരിക്കാം. അപ്പൊ ഇവിടെ ഒക്കെ എന്താണ്? ഇതൊന്നും എന്താണ്? ഫീമെയിൽ പ്രോപ്പർ നൗൺ ആണ്. ഫീമെയിൽ പ്രോപ്പർ നൗണിന് അല്ല മെയിൽ പ്രോപ്പർ നൗൺ ആണ്. മുഹമ്മദ് ഹാമിദ് ഒക്കെ. അപ്പൊ അതിനെന്ത് സ്വീകരിക്കും? തെൻവീന് സ്വീകരിക്കും. മെയിൽ പ്രോപ്പർ നൗൺ ഏതിനാ തെൻവീന് സ്വീകരിക്കാത്തത്? അതിന്റെ അവസാനം താമർബൂത്ത വരുമ്പോ. ഇതൊക്കെ എന്താണ്? മെയിൽ പ്രോപ്പർ നൗൺ ആണ്. അതുകൊണ്ട് തെൻവീന് സ്വീകരിക്കും. അടുത്തത് വഹാദാലി ഇബ്രാഹിമ ഇത് ഇബ്രാഹിമിന്റേതാണ്. അപ്പൊ ഇവിടെ ഇബ്രാഹിമിന് എന്തുകൊണ്ട് ഫത്തഹ് വന്നത്? നോൺ അറബിക് നെയിം ആണ് ഇബ്രാഹിം എന്നുള്ളത്. അഥവാ അനറബി പദാണ്. അപ്പൊ ഈ വന്നതിനോട് എന്ത് ചെയ്ത്? കസറാണ് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ്? കസറിന് പകരം എന്ത് ചെയ്ത്? അവിടെ ഫത്തഹ് കൊടുത്തു. ഹാദാലി ഉസ്മാന ഇത് ഉസ്മാനിന്റേതാണ്. അപ്പൊ അവിടെ എന്താണ് ഫത്തഹ് വന്നത്?
ആനു ഉസ്മാനു എന്നാണ് വരുന്നത്. തൻവീൻ സ്വീകരിക്കില്ല. കാരണം എന്താണ്? ആനുവിൽ എന്ത് ചെയ്യണം? ആനിൽ അവസാനിക്കുന്ന ആനുവിൽ അവസാനിക്കുന്ന പദമാണ് എന്ത്? ഉസ്മാൻ എന്നുള്ളത്. അത് അവസാനം ആനുവിൽ അവസാനിക്കുന്ന പ്രോപ്പർ നൗണിന് എന്തുണ്ടാവില്ല? തെൻവീൻ തൻവീനും ഉണ്ടാവില്ല. വരും, അപ്പൊ അവിടെ കിസ്റ വരില്ല. കെസ്റിന് പകരം ഫത്ഹ് കൊടുത്തു. വഹാദാലി യൂസുഫ, ഇത് യൂസുഫിന്റേതാണ്. അപ്പൊ ഇവിടെ എന്താണ്? അനറബി പദാണ്, അനറബി നാമാണ്. അപ്പൊ എന്താണ്? ഫത്തഹ് വന്നതുകൊണ്ട് ഫത്തഹിന് അല്ല കെസ്റിന് പകരം ഫത്തഹ കൊടുത്തു. വഹാദാലി തൊൽഹത്ത, ഇത് തൊൽഹയുടേതാണ്. അപ്പൊ ഇവിടെ എന്താ കാരണം? മർബൂത്ത് വന്നതാണ്. ഇതെന്താണ്? മെയിൽ പ്രോപ്പർ നൗൺ. പക്ഷെ ഇതെന്താണ്? അവസാനം താമർബൂത്ത് വന്ന. ആരെങ്കിലും ഫീമെയിൽ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞോ? ഇല്ല. ആരോ പറഞ്ഞ മാതിരി തോന്നി. ഇവിടെ അവസാനം താമർബൂത്ത് വന്നതിനോണ്ട് എന്താ പറയാ, ഫീമെയിൽ പ്രോപ്പർ നൗൺ അല്ല, ചില മെയിൽ പ്രോപ്പർ നൗണിൽ അവസാനം എന്തുണ്ടാവും? താമർബൂത്ത് ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ വരുന്ന നാമങ്ങളൊക്കെ എന്താണ്? തൻവീൻ സ്വീകരിക്കും. സർഫാണ്. അപ്പൊ ഇവിടെ കെസ്റിന് പകരം ഫത്തഹ് കൊടുത്തു. വഹാദ അലി തൊൽഹത്ത, ഇത് തൊൽഹക്കുള്ളതാണ്. അപ്പൊ അൽ മുദരിസ് ചോദിക്കുകയാണ്, അധ്യാപകൻ, അഹാദ കിതാബുക യാ മുഹമ്മദു, ഏ മുഹമ്മദ്, ഈ പുസ്തകം നിന്റേതാണോ? നിന്റെ പുസ്തകമാണോ ഇത്? അഹാദ കിതാബുക യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, നിന്റെ പുസ്തകമാണോ ഇത്? അപ്പൊ അവിടെ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യന് ആണോ എന്നുള്ളത് എവിടാ വന്നത്? ഹംസ, ഫസ്റ്റ്ത്തുള്ള ഹംസ ആണ് എന്ത്? ആ ക്വസ്റ്റ്യന് ആണോ എന്നുള്ളത് വന്നത്. അഹാദ കിതാബുക യാ മുഹമ്മദ്, ഏ മുഹമ്മദ്, ഈ പുസ്തകം നിന്റെ പുസ്തകമാണോ ഇത്? അപ്പൊ മുഹമ്മദ് പറയാം, ലാ, അല്ല, ഹാദ കിതാബു ഹംസത, ഇത് ഹംസയുടെ പുസ്തകമാണ്. അപ്പൊ ഇവിടുത്തെ ഒന്ന് വ്യാകരണ നിയമം എനിക്ക് പറഞ്ഞൊരു ഗ്രാമർ. ഇവാഫത്തല്ലേ? ഇല്ല, ഏതാണ് മുലാഫ് ഇലൈഹി? കിതാബു കിതാബ് മുലാഫ് മുലാഫ് ഇലൈഹി. ഹംസത്ത മുലാഫ് ഇലൈഹി. അപ്പൊ മുലാഫ് ഇലൈഹിന് കസ്റല്ലേ വരുന്നത്? ഇവിടെ ഉൽമർഉത്ത് വന്നാലും തൻവീനും വരില്ല, കിസ്റും വരില്ല. തെൻവീന് വരില്ല. അപ്പൊ ഇതെന്താണ്? ഓയർ മുൻസരിഫാണ്. അതുകൊണ്ട് എന്താണ്? മുലാഫിലേക്ക് എന്താണ്? കസ്റാണ് വരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കണം കേട്ടോ, കറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സെമ്മില് വരുമ്പോ എന്താണ്? ഇതൊക്കെ കൂട്ടിയിട്ടായിരിക്കും വരാം. അപ്പൊ നിങ്ങള് ഇവിടെ മുലാഫിലേന് കസ്റല്ല, എന്തുകൊണ്ടാ ഫത്തഹ് വന്നത് നിങ്ങൾക്ക് തോന്നരുത്. അപ്പൊ നിങ്ങൾക്ക് മംനൂൻ സർഫ് ഓർമ്മ വരണം. അപ്പൊ എന്താണ്? കിതാബ് എന്നുള്ളത് മുലാഫാണ്, ഹംസത്ത എന്നുള്ളത് എന്താണ്? മുലാഫ് ഇലൈഹിയാണ്. കാരണം ഹംസക്ക് ഫത്തഹ് വരാൻ കാരണം ഇത് ഓയർ മുൻസരിഫ് ആയതുകൊണ്ട്, അഥവാ മംനൂൻ സർഫ് ആയതുകൊണ്ട്. അൽ മുദരിസു, അധ്യാപകൻ, ഐന അലിയുൻ, അലി എവിടെ? യാ ഇഖ്വാനു, ഏ സഹോദരങ്ങളെ, അലി എവിടെ? അപ്പൊ ഹാമിദ് പറയാണ്, ദഹബ, അവൻ പോയി, ഇല റിയാലി, എവിടെയൊക്കെ പോയത്? റിയാദിലേക്ക് അവൻ എന്ത് ചെയ്ത്? പോയി, റിയാദിലേക്ക്. അപ്പൊ മുദരിസ് ചോദിക്കാണ്, ഐന യഅ്കൂബു, യഅ്കൂബ് എവിടെ? അപ്പൊ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോൺ അറബിക് ആണ്. അപ്പൊ ഇവിടെ എന്തിനു ശരിക്കും വേണ്ടിയത്? തെൻവീനാണ് ശരിക്കും വേണ്ടിയത്. അപ്പൊ ഇവിടെ എന്താണ്? നോൺ അറബിക് നെയിം അതിനോട് എന്താണ്? തെൻവീന് പോയി. അപ്പൊ ഇവിടെ അടുത്തത് ഹാമിദ്, ദഹബ, അവൻ പോയി, ഇല മക്കത്ത, അവൻ മക്കയിലേക്ക് പോയി. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടെ എന്താണ്? മക്ക എന്നുള്ളത് എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേര്. അതിന് അവസാനം എന്തുണ്ട്? മർബൂത്ത് ഉണ്ട്. അപ്പൊ എന്താണ്? ഇല വന്നതിനോണ്ട് കസ്ർ കൊടുക്കുന്ന പദം അതിന്റെ മുന്നിൽ വന്നതിനോണ്ട് കസ്റാണ് വേണ്ടത്. പക്ഷെ എന്താണ്? താമർബൂത്ത് വരുന്ന നാമം ആയതുകൊണ്ട് എന്താണ്? സ്ഥലത്തിന്റെ പേര് ആയതുകൊണ്ട് ഫത്തഹ് കൊടുത്തു കസ്റിന് പകരം. അടുത്തത് അൽ മുദരിസു, അധ്യാപകൻ, ഐന ഇസ്ഹാഖു, ഇസ്ഹാഖ് എവിടെ? അപ്പൊ ഇസ്ഹാഖ് നോൺ അറബിക് നെയിം ആണ്. അതുകൊണ്ട് എന്താണ്? തെൻവീന് നഷ്ടമായി. അപ്പൊ എന്താണ്? മുഹമ്മദ് പറയാണ്, ഖറജ, അവൻ പുറപ്പെട്ടു, അല്ലെങ്കിൽ പുറത്തേക്ക് പോയി. അൽ മുദരിസു, മത്താ ഖറജ, അവൻ എപ്പോഴാണ് പുറപ്പെട്ടത്? എപ്പോഴാണ് അവൻ പുറപ്പെട്ടത്? അപ്പൊ ഈ ഖറജ എന്നുള്ള ഇതിന്റെ വ്യാകരണ നിയമം എന്ന് പറഞ്ഞ ഇതിൽ എന്തൊക്കെ ഉണ്ട്? ഹുവ ഉണ്ട്, അഥവാ
കർത്താവ്. പിന്നെന്താ ഉള്ളത്? ഫീൽ എന്താ പറയാ ക്രിയ. ക്രിയ അല്ലേ ഫേല് അഥവാ ക്രിയ വെർബ് ഉണ്ട്. ഖറജ എന്നുള്ളത് എന്താണ്? നമ്മൾ മലയാളത്തിൽ പറയുമ്പോ അവൻ പുറപ്പെട്ടു എന്നാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ ഫായിൽ എടുത്ത് പറഞ്ഞിട്ട് അഥവാ കർത്താവിനെ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? അതിനുള്ളിൽ ഒരു കർത്താവ് ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്, ഹുവ എന്നുള്ളത്. അതാണ് അതിന്റെ കർത്താവ്. അപ്പൊ അതാണ് അതിന്റെ കർത്താവ്, അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന കർത്താവാണ്. അപ്പൊ മത്ത ഖറജ, അവൻ എപ്പോഴാണ് പുറപ്പെട്ടത്? മുഹമ്മദ് ഖറജ, അവൻ പുറപ്പെട്ടു. കബല ഹംസി ദക്കായിക, 5 മിനിറ്റുകൾക്ക് മുമ്പ് എന്ത് ചെയ്ത്? അവന് പുറപ്പെട്ടു. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ, ഇതിന്റെ ഈ ലൈനിന്റെ ഗ്രാമർ. കബല വന്നതുകൊണ്ട് ഹംസ് ശരിയാണ് പറഞ്ഞത്. ഹംസിന് കിസ്ർ വന്നു. ഹംസി കസർ വന്നു. പിന്നെ ദക്കായിക്കിൻ്റെതോ? ഇതല്ലേ എന്താ പറയാ ദക്കായിക്ക മഫായില് പാറ്റേൺ ആയതുകൊണ്ട് മഫായില് പാറ്റേൺ ആയതുകൊണ്ട് ഇതുകൊണ്ട് ഇല്ല. കസറിന് പകരം കിസ്ർ സ്വീകരിക്കില്ല. കസറിന് പകരം ദക്കായത്ത് തന്നെയുള്ളത് എന്താന്ന് വെച്ചാൽ മഹദൂദാണ്. അത് പറയണേ, മഹദൂദ്. അപ്പൊ ദക്കീക്കും ജമ്മാണ് എന്ത്? ദക്കായിക്കും. അപ്പൊ ഇതാണ് ഈ ചാപ്റ്റർ. ഇതിൽ എന്ത് ഡൗട്ട് ഉണ്ടോ? ദക്കീക്കിന്റെ മീനിങ് മിനിറ്റ്. ദക്കീക്കത്തുൻ ജമ്മ ദക്കായിക്കുൻ. ദക്കായിക്കു എന്ന് പറയരുത്, ദക്കായിക്കു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എക്സസൈസിലേക്ക് കടക്കാം. ഒന്നാമത്തെ എക്സസൈസ്, തഅമ്മലിൽ അംസിലത്തൽ ആത്തിയത്ത. താഴെയുള്ള ഉദാഹരണങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക, അഥവാ നിരീക്ഷിക്കുക. അപ്പൊ എന്താണ് ഇവിടെ? മുഹമ്മദുൻ, അതിലെന്താണ്? തെൻവീനുള്ള ലൊമ്മാണ്. അപ്പൊ അതിന്റെ മുമ്പിൽ മിൻ വന്നപ്പോഴോ? മിൻ മുഹമ്മദീൻ. അപ്പൊ എന്താണ് അവിടെ? കറക്റ്റ് തന്നെയാണ്. മിൻ വന്നതിനോട് എന്താണ്? കസറാണ്, തെൻവീനുള്ള കസറാണ്. മിൻ മുഹമ്മദീൻ. അപ്പൊ അവിടെ മെയിൽ പ്രോപ്പർ നൗൺ ആണ്. മെയിൽ പ്രോപ്പർ നൗണിന് എന്ത് കൊടുക്കാം? നമുക്ക് തെൻവീന് കൊടുക്കാം. അപ്പൊ മിൻ വന്നതിനോണ്ട് മിൻ മുഹമ്മദീൻ. അപ്പൊ അവിടെ കറക്റ്റ് ആണ്. പിന്നെ ഇല വന്നതിനോണ്ട് ഇല മുഹമ്മദീൻ, അവിടെയും കസറാണ് കൊടുത്തത് ഇല വന്നതുകൊണ്ട്. ലി മുഹമ്മദീൻ, മുഹമ്മദിന്റേതാണ്. അപ്പൊ അവിടെ എന്താണ്? ഇലി വന്നതിനോണ്ട് കസറ് കൊടുക്കും, തെൻവീനല്ല. ഇതൊക്കെ എന്താണ്? ചെറുത് കൊടുക്കണതാണ്, ഹർഫുൽ ചെറുതാണ്. മീൻ ഇല ഇലിയൊക്കെ. പിന്നെന്താണ്? കിതാബു മുഹമ്മദിൻ. ഇവിടെ എന്താണ്? ഇലാഫത്താണ്. കിതാബ് എന്നുള്ളത് മുലാഫും മുഹമ്മദിൻ എന്നുള്ളത് എന്താണ്? മുലാഫ് ഇലേഹിയാണ്. അപ്പൊ ഇവിടെ മുലാഫ് ഇലേക്ക് എന്താണ്? മുഹമ്മദിനെ കസറ് നമുക്ക് കാണാം, തെൻവീനുള്ള കസറ് കാണാം. അടുത്തത് മുഹമ്മദ് എന്നുള്ളത് എന്താണ്? മെയിൽ പ്രോപ്പർ നൗൺ ആണ്. അടുത്ത സൈനബ് എന്നുള്ളത് എന്താണ്? ഫീമെയിൽ പ്രോപ്പർ നൗൺ ആണ്. ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്ത് സ്വീകരിക്കില്ല? അതാണ് അടുത്ത പറയുന്നത്. അവിടെ ഹുറൂഫിൽ ജറിലുള്ള ഇതാണ് വന്നത് പദങ്ങൾ. മിൻ സൈനബ. മീൻ വന്നതിനോട് എന്താ കൊടുക്കണേ? ശരിക്കും കസറാണ് കൊടുക്കുക. അപ്പൊ സൈനബ് എന്നുള്ളത് എന്താണ്? ഫീമെയിൽ പ്രോപ്പർ നൗൺ ആണ്. പിന്നെ അതും കൂടെ എന്താണ്? ഫീമെയിൽ പ്രോപ്പർ നൗൺ എന്താണ്? ഏത് കാറ്റഗറിയിൽ പെടുന്നത്? മംനൂമിന സർഫിന്റെ കാറ്റഗറിയിൽ പെടുന്നതാണ് എന്ത്? ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്ത് സ്വീകരിക്കൂല? തെൻവീനും സ്വീകരിക്കൂല, കസറും സ്വീകരിക്കൂല. അപ്പൊ ഇതെന്താണ്? മംനൂമിന സർഫിൽ പെടുന്നതാണ് എന്ത്? സൈനബ്, ഫീമെയിൽ പ്രോപ്പർ നൗൺ. അപ്പൊ സൈനബ് എന്നുള്ളത് എന്താണ്? ഫീമെയിൽ പ്രോപ്പർ നൗൺ ആണ്. അപ്പൊ മീൻ വന്നപ്പോ എന്താ ഇത്? സൈനബ. മീൻ വന്നതിനോട് കസറിന് പകരം ഫത്തഹ് സ്വീകരിച്ചു. മിൻ സൈനബ, തെൻവീനോ ഇല്ല. അടുത്തത് ഇല സൈനബ, സൈനബിലേക്ക്. അപ്പൊ എന്താണ്? ഇല വന്നതിനോട് എന്താണ്? കസറിന് പകരം ഫത്തഹ് സ്വീകരിച്ചു, തെൻവീനും ഇല്ല. അടുത്തത് ലി സൈനബ, സൈനബിന്റേതാണ്. അപ്പൊ ലി വന്നതിനോട് എന്താണ്? ഫത്തഹാണ് കസറിന് പകരം. അടുത്തത് കിതാബു സൈനബ, സൈനബിന്റെ പുസ്തകം. അപ്പൊ ഇവിടെ മുലാഫ് ഇലഹിയാണ് സൈനബ്. അപ്പൊ എന്താണ് അവിടെ? കസറിന് പകരം എന്താ കൊടുത്തത്? ഫത്തഹാണ്, തെൻവീൻ ഇല്ല, തെൻവീന് കളയപ്പെട്ടു. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഇത്.
ഇത് വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ നമ്മളിപ്പോ 22 ചാപ്റ്ററിലും 23rd ചാപ്റ്ററിലും പഠിച്ചത് പ്രകാരമാണ് എന്ത് ചെയ്തത് ഇതിന്റെ എക്സസൈസ് പറയേണ്ടത്. അപ്പൊ ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്തോളി. അപ്പൊ ഇനി വായിക്കുമ്പോ തെറ്റൂലല്ലോ. എന്നാ വായിക്കല്ലേ. എന്താണ് രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? ഇക്റ വക്തു, താഴെയുള്ളത് വായിച്ചു വന്നിട്ട് എഴുതുക. ശ്രദ്ധിക്കുന്നത് എന്താണ്? റീഡ് ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ റൂൾ അബൌട്ട് ദ മംനൂ മിന സർഫ്. നമ്മൾ ഇത് വായിക്കുകയും എഴുതുവാണ്. എങ്ങനെ? നമ്മളെ മനസ്സിൽ എന്താണ് മംനൂ മിന സർഫിന്റെ റൂൾസ്, നിയമങ്ങള് ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നമ്മളെ മനസ്സിൽ മംനൂ മിന സർഫിലുള്ള റൂൾസ് ആലോചിച്ചിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, ഇത് പറയാനും എഴുതാനും. അപ്പം ഞാൻ പറയുന്നവര് വായിച്ചോളെ. അടുത്ത ഫസ്റ്റ് സുഹ്റത്ത ഫസ്റ്റ് വായിക്കേണ്ടത്. ഹാദൽ കിതാബു ലി മുഹമ്മദിൻ വദാലിക ലി സൈനബ. അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞോളിയാ. ഈ പുസ്തകം മുഹമ്മദിന്റേതും അത് സൈനബിന്റേതുമാണ്. ഇനിയിപ്പോ ഇനി അടുത്ത കാര്യം പറയാനുള്ളത്, ഇനി നിങ്ങൾ ടേം 2-ലൊന്നും അഥവാ ഇനി ടേം 2-ല് ഒന്നിനും ഹർക്കത്ത് ഉണ്ടാവില്ല. അഥവാ ഇനി ന്യൂ വേർഡ്സ് വരുന്നതിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ഹർക്കത്ത് ഉണ്ടാവുള്ളൂ. ഇതിലിപ്പോ ഒട്ടുമിക്ക എല്ലാ ചാപ്റ്റേഴ്സിലും കുറച്ച് ചാപ്റ്റേഴ്സിൽ മാത്രമേ ഉള്ളൂ എന്തില്ലാത്ത ഹർക്കത്ത് ഇല്ലാത്തത്. പിന്നെ ടേം 2 മുതൽ ഏതാണ് പുതിയ ന്യൂ വേർഡ്സ് പഠിക്കുന്നത് അതിന് മാത്രം എന്തുണ്ടാവുള്ളൂ, ഹർക്കത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഹർക്കത്ത് ഇല്ലാതെ എന്താ മനസ്സിലാക്കണം, അതിന്റെ മീനിങ് മനസ്സിലാക്കണം, പറയാനും മനസ്സിലാക്കണം. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് ഞാൻ വായിപ്പിക്കുന്നത് കേട്ടോ അർത്ഥം. അടുത്തത് രണ്ടാമത്തത് സീനത്ത 2. സഹബ ഖാലിദുൻ ഇലാ അഹ്മദ. അർത്ഥം പറയണം. ഖാലിദ് അഹമ്മദിന്റെ അടുത്തേക്ക് പോയി. പോയി. ശരിയാ, അഹമ്മദിലേക്ക് പോയാലേ അഹമ്മദിന്റെ അടുത്തേക്ക് പോയി. അടുത്തത് ആമിനത്ത. ആമിന. വായിക്കുണ്ടോ ആമീനത്ത? അല്ലെങ്കിൽ നസീറത്ത വായിച്ചില്ല. അടുത്ത 3 നസീറത്ത. ذهب أبي إلى مكة وذهب عمي إلى جدة. ആണ് ശരിയാ, ജുദ്ദത്ത. അർത്ഥം പറഞ്ഞോളി. എന്റെ ഉപ്പ മക്കയിലേക്ക് പുറപ്പെട്ടു. മക്കയിലേക്ക് വദഹബ അമ്മി ഇലാ ജുദ്ദ. പുറപ്പെട്ടു അല്ലേ? ദഹബ വദഹബ അമ്മി ഇലാ പോയി. ഓക്കെ, ഖറജ അല്ല, ദഹബ. എന്റെ പിതൃ സഹോദരൻ അമ്മി ആണാണ്. ജുദ്ദത്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ജുദ്ദത്ത പറഞ്ഞ ജിദ്ദത്ത് പറഞ്ഞ, ജിദ്ദ സ്ഥലം കേട്ടില്ലയോ? ജിദ്ദയിലേക്ക് ജിദ്ദയിലേക്ക് പോയി. നമ്മള് അറബിയിൽ എഴുതുമ്പോ ജിദ്ദാന്ന് എഴുതരുത്, ജാക്ക് കസറിട്ട് എഴുതരുത്. ഒന്നെങ്കിൽ ജദ്ദ അല്ലെങ്കിൽ ജുദ്ദ. എന്തായാലും കസറിട്ട് എഴുതാൻ പറ്റില്ല. അല്ല, ലൊമ്മ അല്ലെങ്കിൽ ഫത്തഹ ഇട്ടിട്ടാണ് പറയുന്നത്. കസറിട്ടിട്ട് എന്തായാലും പറയരുത്. അത് ജുദ്ദ എന്നുള്ളത് എന്താണ്, ജിദ്ദന്റെ ആദ്യത്തെ പേരാണ് എന്ത്, ലൊമ്മ ഇട്ടിട്ടുള്ളത്. പിന്നെ അത് പറഞ്ഞ് ഫത്തഹ ആയതാണ്. പിന്നെ അത് ഇംഗ്ലീഷിൽ പറയുമ്പോ ജിദ്ദ എന്നായതാണ്. അപ്പൊ അറബിയിൽ എഴുതുമ്പോ ജിദ്ദാന്ന് കസറിട്ട് എഴുതരുത്, ജുദ്ദ എന്നാണ്, ജുദ്ദത്ത. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഒരു മിനിറ്റ്. ജദ്ദത്ത്. ഒരു എക്സാം ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു കൊടുക്കണം.
ആ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? എന്താണ് മക്കൾക്ക് എന്താണ്ടാ കസറ് വരാത്തത്? എന്താണ് എനിക്ക് ക്ലിയർ ആയി. മക്കൾക്ക് ദഹബ അബി ഇല മക്കത്താന്നല്ലേ നിങ്ങൾ വായിച്ചത്? അപ്പൊ ഇതില് ഈ മക്കൾക്ക് മമ്നു എന്തുകൊണ്ട് മിനു സർഫി മുഴുവനായിട്ട് മമ്നൂമിനെ സൊർഫ് ആയതുകൊണ്ടാണ്, വേറെ അതെ. മുൻസരിഫ് ആയതുകൊണ്ടാണ് എന്ത് മക്കൾക്ക് ഫത്തഹ് വരാൻ കാരണം, കസറിന് പകരം. അതുപോലെ തന്നെ ജുദ്ദ എന്താണ് അവസാന താമർബൂത്ത് വരുന്ന ഒരു ജിദ്ദത്ത്. സ്ഥലത്തിന്റെ പേരാണ്. ഒരു സ്ഥലത്തിന്റെ പേരാണ് എന്ത് ജുദ്ദത്ത് എന്നുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ജുദ്ദത്ത എന്ന് പറയുന്നത്, കസറ പറയാതെ. ഓക്കെ ഓക്കെ. അടുത്തത് നാലാമത്തത് ആയിഷത്ത 4. ഉഖത്തു മർവാന മരീദത്തുൻ. ആ ഈ മർവാന ഒരാളുടെ പേരാണോ? അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചിട്ടാ പറഞ്ഞേ? മർവാനയുടെ ആ സഹോദരി രോഗിയാണ്. ആ അപ്പൊ മർവാൻ എന്നുള്ളത് എന്താണ് ശരിക്കും? അവിടെ മർവാനി എന്ന് വരാൻ അത് മുലാഫി ഇലേഹി അല്ലേ? അപ്പൊ എന്തുകൊണ്ടാ കസറ് വരാനത്? അത് മംനൂ സർഫാണ്. അത് ആൻ വരുന്നത് കൊണ്ട് അവസാനം. അങ്ങനെ വരുന്ന ഒരു പ്രോപ്പർ നൗൺ ആണ്, അതുകൊണ്ടാണ് കസറ് വരാത്തത്. ഒഹ്തു മർവാന എന്നുള്ളത് എന്താണ്? ഒരു മെയിൽ പ്രോപ്പർ നൗൺ ആട്ടോ, ഒരു ആണിന്റെ പേരാണ് മർവാൻ. മർവാൻ എന്നുള്ള പേര് കേട്ടില്ലേ? അപ്പൊ മർവാന്റെ സഹോദരി എന്താണ്? രോഗിയാണ്. രോഗിയാണ്. അപ്പൊ ഇവിടെ മരീലത്തിന് എന്താണ് താമർബൂത്ത് വരാൻ കാരണം? സഹോദരി ഫീമെയിൽ നൗൺ ആയതുകൊണ്ട്. ഈ മരീലത്ത് എന്നുള്ളത് ആരെയാ സൂചിപ്പിക്കുന്നത്? ഒഹ്ത്തിനാണ്. അപ്പൊ ഒഹ്ത്ത് എന്താണ്? ഫീമെയിൽ ആണ്, അതുകൊണ്ടാണ് മരീലത്തിന് വന്നത്. അടുത്തത് 5 മുഹമ്മദ് ജാസിം. ഞാൻ വായിക്കണോ? വായിക്കണം. നിങ്ങളൊന്ന് കൊറേ ആയിട്ട് കാണില്ലല്ലോ. എന്താ കേറാത്തെ? ഡയറക്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാറുണ്ട് കുറെ കാലത്തിന് ശേഷം. ക്ലാസ് കഴിഞ്ഞിട്ടോ? ഇതാണ് ഇനി റിവിഷനാണ്. ഇനി റിവിഷൻ ആണ് വരുന്നത്. ഓക്കെ. 5ാമത്തെ വായിക്കാം അല്ലെ? ഐന സൗജി ഖദീജത്തു വഫി ലണ്ടൻ. നിങ്ങള് ലണ്ടൻ നിങ്ങള് ക്ലാസ് കേൾക്കില്ല? റെക്കോർഡഡ് ക്ലാസ്? റെക്കോർഡ് ക്ലാസ്സുകള് മുഴുവനായിട്ട് കേട്ടിട്ടില്ല. അവിടെ ഐന സൗജു ഖദീജത്ത എന്നാണ്, ഖദീജത്തു എന്നല്ല. കാരണം എന്താണ്? ഖദീജത്ത എന്നുള്ളത് എന്താണ്? മംനൂമിനെ സർഫാണ്. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കേൾക്കണേ. ഐന ഖദീജത്തു എന്നല്ലേ? അതാണ് റെക്കോർഡഡ് ക്ലാസ് കേൾക്കണം എന്ന് പറഞ്ഞത്. മംനൂമിനെ സർഫ് പറഞ്ഞിട്ട് ഒരു കാറ്റഗറി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെന്തില്ല, മംനൂമിനെ സർഫിൽ വരുന്ന കുറച്ച് ഇതിൽ എന്തില്ല, തെൻവീന് സ്വീകരിക്കൂല. പിന്നെ ഖദീജത്തുന്ന് എങ്ങനെ വരാം? ഇതവിടെ ഹദീജത്തുന്ന് എങ്ങനെ വരാം? അവിടെ ഇലാഫത്തല്ല. അപ്പൊ ഇലാഫത്തിന് എന്താ കൊടുക്കേണ്ടത്? കസറാണ് കൊടുക്കേണ്ടത്. ഐന സൗജു ഹദീജത്തി എന്നാണ് വരുന്നത്, ഇലാഫത്ത്. അപ്പൊ ഇവിടെ ഹദീജത്തി പറയാൻ ഇതെന്താണ്? മംനൂമിനെ സർഫില് പെട്ടത്. അതിനോണ്ട് എന്താണ്? തെൻവീനും സ്വീകരിക്കൂല. പിന്നെ എന്താണ്? കസറിന് പകരം എന്തായിരിക്കും? ഫത്തഹ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഫത്തഹ കൊടുത്തത്. ഐന സൗജി വരാൻ കാരണം എന്താണ്? ഇതിലങ്ങനെ എഴുതിയിരിക്കുന്നത് സൗജിന്നോ? അതില് ഹർക്കത്ത് ഇല്ലല്ലോ. ഹർക്കത്ത് കസറായിട്ട് കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇതിലില്ല. അല്ല, അവിടെ എങ്ങനെ കസറ് വരാം? ഹദീജത്ത, ഹദീജയുടെ സഹോദരി കേട്ടോ, ഹദീജയുടെ ഭർത്താവ് എവിടെ? അപ്പൊ എന്താ പറയേണ്ടത്? ഹുവ ഫി ലണ്ടന. ലണ്ടനിന്നല്ല, ലണ്ടന. കാരണം എന്താണ്? ലണ്ടൻ എന്നുള്ളത് എന്താണ്? ഒരു നോൺ അറബിക് നെയിം ആണ്. അപ്പൊ അത് മംനൂമിനെ സർഫിൽ പെടുന്നതാണ്. അഥവാ മംനൂമിനെ സർഫിൽ പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസറു സ്വീകരിക്കൂല, തെൻവീനും സ്വീകരിക്കൂല. കസറ് കൊടുക്കേണ്ട സ്ഥാനത്ത് ഫത്തായിരിക്കും. അപ്പൊ ഇവിടെ ഫീ വന്നതിനോണ്ട് ലണ്ടൻ എന്നുള്ളത് എന്താണ്? ഒരു നോൺ അറബിക് നെയിം ആണ്, അതുകൊണ്ടാണ് അവിടെ ഫത്തഹ വന്നത്. ഹുവ ഫീ ലണ്ടന. അപ്പൊ റെക്കോർഡഡ് ക്ലാസ് കേൾക്കണേ. അടുത്തത് റസീന ടീച്ചർ 6. സയ്യാറത്തു ഹാമിദുൻ ജദീദത്തുൻ. അല്ല, സയ്യാറത്തു ഹാമിദിൻ ജദീദത്തുൻ.
ഹാമിദിന്റെ കാറ് പുതിയതാകുന്നു. വസയ്യാറത്തു ഇബ്രാഹിമ ഖദീമത്തുൻ. ഇബ്രാഹിമിന്റെ കാറ് പഴയതാകുന്നു. അപ്പൊ ഇതിൽ ആർക്കും അറിയാത്തുണ്ടെങ്കിൽ ഞാൻ പറയാണ്. ഇബ്രാഹിമിന് ഇവിടെ അതിനു മുമ്പ് ഇതിന്റെ അതൊന്ന് ഗ്രാമർ ഒന്ന് പറഞ്ഞുതരും ആരെങ്കിലും. ഈ പുള്ളിന്റെ അടുത്ത് ഹാമിദ് എന്ന് പറയുമ്പോ ഇലാഫ് വരും. ഒരു മിനിറ്റ്. സയ്യാറത്ത് എന്നുള്ളത് എന്തൊക്കെയാണ്? സയ്യാറത്ത് എന്നുള്ളത് എന്തൊക്കെയാണ്? സയ്യാറത്തുൻ മുബത്തതാണ്. അതിന്റെ കൂടെ എന്തും കൂടിയാണ്? മുലാ മുലാഫാണ്. അപ്പൊ അവിടെ ഞാൻ ഒരു കാര്യം പറഞ്ഞു നോക്കണം. മുബത്തദയിന് ശരിക്കും എന്ത് വരും? അല്ലും വരും. പിന്നെന്താ? അല്ല് വരും. അപ്പൊ ഇവിടെ എന്തുകൊണ്ട് അല്ല് കൊടുക്കാത്തത്? ഇവിടെ ഇലാഫത്തായതുകൊണ്ട്. ഇലാഫും അഥവാ മുലാഫ് ആയതുകൊണ്ടാണ് എന്ത് കൊടുക്കാത്തത്? അല്ല് സ്വീകരിക്കാത്തത്, അല്ല് കൊടുക്കാത്തത്. അപ്പൊ ഇതെന്താണ്? സയ്യാറത്ത് എന്നുള്ളത് എന്താണ്? മുബത്തദും ആണ്, മുലാഫും ആണ്. ഹാമിദ് എന്നുള്ളത് എന്താണ്? മുലാഫിനിലേഹി. മുലാഫിലേഹി. ജദീദത്ത് എന്നുള്ളത് എന്താണ്? ഖബർ. ഖബർ. സയ്യാറത്തിന്റെ ഖബറാണ് എന്ത്? ജദീദത്ത് എന്നുള്ളത്. പിന്നെ അടുത്തത് അവിടെ ഇതേപോലെ തന്നെ വസയ്യാറത്തു ഇബ്രാഹിമ. അവിടെ മുലാഫിനിലേഹി. ഖദീമത്ത് ഖബർ. അടുത്തത് സുഹറത്ത. ബൈത്തു ഖാലിദിൻ കബീറുൻ വ ബൈത്തു ഉസാമത്ത സഗീറുൻ. ഖാലിദിന്റെ വീട് വലുതാണ്, ഉസാമയുടെ വീട് ചെറുതാണ്. അടുത്ത ആഴ്ചത്തെ അയിന ദഹബ അബൂക്ക യാ ലൈല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു മിനിറ്റ് വായിക്കില്ല. അത് ആരോടാ ചോദിക്കുന്ന ക്വസ്റ്റ്യന്? ലൈലയോട്. അപ്പൊ എന്താ വരേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ എന്താ പറഞ്ഞെന്നുള്ള ആലോചിച്ച് നോക്കി. ലൈലനോടല്ല പറയണ്ടേ? അപ്പൊ എന്താണ് അവിടെ പ്രോനൗണിന്റെ അവിടെ എന്താ വാക്യം? അയിന ദഹബ അബൂക്കി യാ ലൈല. അപ്പൊ നിങ്ങൾ വായിക്കുമ്പോ ആരോടാന്നുള്ളത് ശ്രദ്ധിക്കണേ. ഓക്കെ. ഒരു മിനിറ്റ്. എവിടെയാണ് എത്തിയത്? എട്ടാമത്തെ അയിന ദഹബ അബൂക്കി യാ ലൈല. ദഹബ ഇല ബഗ്ദാദ. ബഗ്ദാദ പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥലത്തിന്റെ പേരാണ്. ബഗ്ദാദ് എന്ന് കേട്ടില്ലേ? അതാണ്. അപ്പൊ ബഗ്ദാദ്. അപ്പൊ അവിടെ എന്തുകൊണ്ടാ കസ്റ്? അവിടെ എന്താ കാരണം? അത് അനർബി പദമായതുകൊണ്ട്. അനർബി പദമായതുകൊണ്ട്
തൻവീനും കിസറും സ്വീകരിക്കില്ല. ഇല അതിന്റെ അർത്ഥം വന്നപ്പോ എന്താ? കിസറ. ഐന ദഹബ അബൂക്കി യാ ലൈല, ഹേ ലൈല, നിന്റെ പിതാവ് എവിടെ പോയി? ദഹബ ഇല ബാഗ്ദാദ പറഞ്ഞാല് ബാഗ്ദാദിൽ പോയി. ഓക്കെ. അടുത്തത് വായിച്ചോളി. അടുത്ത ഞാൻ പറയണല്ലോ. ഇപ്പൊ ആരാ വായിച്ചത്? ആയിഷ. ആരാ വായിച്ചത്? ഐഷ്. ആയിഷ. ആരുടെ സീനത്ത? في اسطنبول مساجد كبيرة. കേട്ടോ? മസാജിദു അല്ല, എന്താ വായിച്ചൊന്നും കൂടി പറഞ്ഞുതരോ? في اسطنبول مساجد كثيرة. മസാജിദു കസീറത്തുൻ. ഇസ്താൻബൂളില് കുറെ മസ്ജിദുകൾ ഉണ്ട്, പള്ളികളുണ്ട്. ഇസ്താംബൂളിൽ. അപ്പൊ ഇസ്താംബൂൾ എന്നുള്ളത് എന്താണ്? അത് നോൺ അറബിക്. നോൺ അറബിക് നെയിം അതിനോണ്ട് ഫീ വന്നതിനോണ്ട് കസറ കൊടുക്കണേ. അതിന് പകരം എന്താണ്? ഫത്തഹാണ് കൊടുത്തത്. പിന്നെ മസാജിദ് എന്നുള്ളത് ഏത് പാറ്റേണിലാണ്? മഫായിലു പാറ്റേൺ ആണ്. മഫായില് പാറ്റേൺ ആണ്. അപ്പൊ അതുകൊണ്ട് തെൻവീന് പോയി. മസാജിദു എന്ന് മാത്രമേ. ഒരു മിനിറ്റ്. ഓക്കെ. ഏതാ വായിച്ചത്? ഫീ ഇസ്താംബൂള മസാജിദു കസീറത്ത്. അടുത്തത് നസീർക്ക. ഹിന്ദി ഹംസത്തു ഹിന്ദി ഹംസത്തു മഫാത്തിഹു. മഫാത്തിഹു ആണ്. ആര് പറയണ്ട? മഫാത്തിഹു അല്ലേ? അവിടെ എന്താ? ഇനി അതിന്റെ മുന്നേ ഒന്ന് അതിന്റെ അർത്ഥം പറഞ്ഞേരി, എന്നിട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. എന്റെ അടുക്കൽ 5 താക്കോലുകൾ എന്നല്ലേ മിഫ്താഹിന്റെ? മിഫ്താഹ് ജമ മഫാത്ത്, താക്കോലുകൾ, കീസ്. അപ്പൊ അവിടെ ഹംസത്തു മഫാത്തിഹ് എന്താണ്? ഹംസത്ത് അതതും അതതും മഫാത്തിഹ് എന്നുള്ളത് എന്താണ്? മഅദൂദും ആണ്. അപ്പൊ മഅദൂദിന് എന്താണ് അടയാളം വേണ്ടിയത്? ഒന്നാമത്തെ നിങ്ങൾ അത് പറഞ്ഞ തെറ്റാണ്. മഅദൂദിന്റെ അടയാളം എന്താണ്? ഹംസത്ത് അത് എണ്ണം അല്ലേ? മഫാത്തിഹ ഏതിന്റെ എണ്ണം? അത് ശരിയാണ്. ഞാൻ ചോദിച്ചത് അത് പറഞ്ഞത് ശരിയാ. ഹംസത്ത് അതതാണ്, മഫാത്തിഹ് എന്നുള്ളത് മഅദൂദാണ്.
മഹദൂദിന്റെ അടയാളം എന്താണ് വേണ്ടത്? അതായത് നമ്മൾ ഫത്ഹ് കസ്റ് ലൊമ്മ് എന്നൊക്കെ പറയില്ലേ, അപ്പൊ മഹദൂദിന്റെ അവസാനത്തെ അടയാളം എന്താണ് വേണ്ടത്? ഓക്കെ ഓക്കെ. കസർ തൻവീൻ തെൻവീനുള്ള തൻവീനാണ്. തെൻവീനുള്ള കസ്റാണ്. തെൻവീനുള്ള കസ്റാണ് വേണ്ടത്. അപ്പൊ ഇവിടെ തെൻവീൻ അത് നിങ്ങൾ ഒന്നാമത് പറഞ്ഞ തെറ്റാണ്. നിങ്ങൾ മഫാത്തിഹു എന്നാ വായിച്ചത്. അപ്പൊ അവിടെ തെറ്റാണ്. അപ്പൊ ശരിക്കും മഫാത്തിഹിൻ എന്നാണ് വേണ്ടത്. അപ്പൊ ഇവിടെ ശരിക്കും മഫാത്തിഹിൻ അല്ല. എന്തുകൊണ്ടാ അല്ലാത്തത്? കാരണം എന്താ വെച്ചാല് മഫാത്തിഹ് എന്നുള്ളത് ഏത് പാറ്റേണിൽ വരുന്നതാണ്? മഫായിലല്ല, മഫായിലു പാറ്റേണിൽ വരുന്നതാണ്. അഥവാ മഫാത്തിഹു മഫായിലു പാറ്റേണിൽ വരുന്നതിന് എന്തുണ്ടാവില്ല? തെൻവീനും സ്വീകരിക്കൂല, അഥവാ മംനൂന സർഫിലെ പെട്ടതാണ്. അഥവാ തെൻവീനും സ്വീകരിക്കൂല, കസറിന് പകരം എന്തായിരിക്കും? ഫത്ഹ ആയിരിക്കും കസറിന് പകരം. അപ്പൊ ഇവിടെ എന്താണ്? മഫാത്തി എന്നുള്ളത് മംനൂന സർഫില് പെട്ടതാണ്. അപ്പൊ ഇവിടെ ശരിക്കും കസറാണ് വേണ്ടത്, മജ്റൂറാണ് വേണ്ടത്. തെൻവീനുള്ള കസറാണ്. അപ്പൊ ഇവിടെ മംനൂന സർഫ് ആയതുകൊണ്ട് കസറിന് പകരം എന്താണ്? ഫത്ഹ്. അഥവാ തെൻവീൻ ഇല്ലാത്ത മഫാത്തിഹ. ഇന്ദി ഹംസത്തു മഫാത്തിഹ. എന്റെ അടുക്കൽ 5 താക്കോലുകൾ ഉണ്ട്. തൻവീനില്ലാതെ ഫത്ഹ സ്വീകരിക്കും. ഫത്ഹ്. കാരണം തെൻവീന് സ്വീകരിക്കാത്ത എന്താണ്? മംനൂന സർഫ് ആയതുകൊണ്ട്. അടുത്തത് റസീന ടീച്ചർ. 11. ഫീ മക്കത്ത. അപ്പം മക്കയിലാകുന്നു. കഅബ മക്കയിലാകുന്നു. അടുത്ത 12. ജാസിംക വായിക്കുന്നില്ലല്ലോ? ഞാൻ വായിച്ചു നോക്കാം. അന്ന വായിച്ചോളൂ. വായിച്ചു 12. നോക്കാം. അങ്ങനെ പഠിക്കാം. ഫീ ഹാദൽ ശരി ആര് പറയണ്ട? ഒരു മിനിറ്റ്. ഫീ ഹാദൽ അൽന്ന് വായിക്കോ? ഷാരിനവിടെ അല്ല് വായിക്കോ? ഫീ ഹാദൽ നിങ്ങൾ കറക്റ്റ് ഒന്നും കൂടി ഷാരിന്റെ അവിടെ വരെ ഒന്ന് വായിക്കോ? ഒരു മിനിറ്റ്. ഫുള്ള് വായിക്കണ്ട. ഷാരി ആന്ന് വായിക്കാൻ കാരണം എന്താണ്? ഫത്ഹ് ഇട്ട് വായിക്കാൻ കാരണം എന്താണ്? എന്തെങ്കിലും കാരണം ഉണ്ടോ? സർഫാക്കാൻ പറ്റാത്ത അല്ല, മംനൂന സർഫ് പറഞ്ഞ സർഫാക്കാൻ പറ്റാത്തന്നല്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. മംനൂന സർഫ് തെൻവീനും സ്വീകരിക്കൂല, കസറും സ്വീകരിക്കില്ല. അതിനാണ് മംനൂന സർഫ് പറഞ്ഞത്, അല്ലാതെ സർഫാക്കാൻ കഴിയാത്തതിനല്ല. അപ്പൊ ഇത് ഷാരി എന്നുള്ളത് മംനൂന സർഫിൽ പെടുന്നതല്ല. അപ്പൊ എന്താ വായിക്കേണ്ടത്? ഫീ ഹാദ ശരി അല്ല, ഫീ ഹാദ ശാരി. ഞാൻ അടുത്ത വായിച്ചത് അവിടെ എന്താണ് നിങ്ങൾ സലാസത്താണ് വായിച്ചത്? ഞാൻ ടെൻഷൻ ആക്കാൻ വേണ്ടി ചോദിക്കണല്ലോ കേട്ടോ. നിങ്ങൾ തെറ്റ് ക്ലിയർ ചെയ്യാൻ. അപ്പൊ അവിടെ ഫത്ഹ് എന്താ വരാൻ കാരണം? അവിടെ ഫത്ഹ് വരാൻ ഒരു കാരണവും ഇല്ല. അപ്പൊ ഫത്ഹ് ഇട്ട് വായിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? അത് സലാസ എന്നുള്ളത് മംനൂന സർഫിൽ പെട്ടതല്ല. ഏതാണ്? സലാസ 3 എന്നുള്ളതല്ലേ? അപ്പൊ 3 എന്ന് പറയുമ്പോ ഇവിടെ അതാണ് അപ്പൊ നിങ്ങൾ അദദ് മഹദൂദിന്റെ ക്ലാസ്സും കേട്ടില്ല. അപ്പൊ സലാസത്ത് മസാജിദ് പറഞ്ഞാൽ എന്താണ്? 3 പള്ളികളാണ്. സലാസ എന്നുള്ളത് എന്താണ്? അദദാണ്. മഹദൂദാണ് എന്ത്? മസാജിദ് എന്നുള്ളത്. മസാജിദിന്റെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഹദൂദിന്റെ അടയാളം എന്താണ്? മജ്റൂറാണ്, അഥവാ തെൻവീനുള്ള കസറാണ് മഹദൂദിന്റെ അടയാളം. മസാജിദ് എന്നുള്ളത് എന്താണ്? മഹദൂദാണ്. മഹദൂദിന്റെ അടയാളം എന്താണ്? തെൻവീനുള്ള കസറ വേണ്ടത്. അപ്പൊ ഇവിടെ തെൻവീന്
കസറ് സ്വീകരിക്കാത്ത കാരണം എന്താ വെച്ചാല് മസാജിദ് എന്താണ് മംനൂമിന സർഫിൽ പെടുന്നതാണ്, അഥവാ മഫായില് പാറ്റേണിൽ വരുന്നതാണ്. മഫായിലു അല്ല, മഫായിലു പാറ്റേണിൽ വരുന്നതാണ്. മഫായിലു സലാസത്തു മസാജിദ അല്ലെ? മസാജിദ്. അതുകൊണ്ട് എന്താണ് കസറിന് പകരം ഫത്തഹ്. അപ്പൊ തൻവീനും ഇല്ല കസറും ഇല്ല പത്തതില. മംനൂമിന സർഫിൽ. മംനൂമിന സർഫിനെ ഒന്നും കൂടി പറയാണ്, മംനൂമിന സർഫ് സർഫാക്കാൻ പറ്റാത്തതല്ല. മംനൂമിന സർഫ് പറഞ്ഞാല് തെൻവീന് സ്വീകരിക്കാത്ത, കസറ് സ്വീകരിക്കാത്തതിനാണ് എന്താ പറയാ മംനൂമിന സർഫ്. അടുത്തത് ഇത് 13 എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത്? നമ്മള് ഈ ഒരു പാറ്റേണിലുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്ന എങ്ങനെയാണ് ശരിക്ക്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം എന്താ ചെയ്യാ? ഒറ്റ നോട്ട് അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച്, അതുകൊണ്ടാണ് എല്ലാവർക്കും അറിയുന്നത്. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്നും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഇത് മംനൂമിന സർഫിന്റെ കാറ്റഗറീസ് ആണ്. മംനൂമിന സർഫിൽ വരുന്നത് ഒന്ന്, ഫീമെയിൽ പ്രോപ്പർ നൗണിന് എന്താണ് തെൻവീന് സ്വീകരിക്കൂല. അതായത് സ്ത്രീകളുടെ ഒരു നാമത്തിന് എന്തില്ല, തെൻവീനും കസറും സ്വീകരിക്കൂല. അത് താമർബൂത്ത് അവസാനം ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും തെൻവീന് സ്വീകരിക്കൂല. രണ്ടാമത്തത്, ഒരു വ്യക്തി സ്ഥല നാമങ്ങളുടെ അവസാനം താമർബൂത്ത് ഉണ്ട്, അഥവാ ചില മെയിൽ പ്രോപ്പർ നൗണിന്റെ അവസാനം എന്തുണ്ടാവും, താമർബൂത്ത് ഉണ്ടാവും. ഉദാഹരണം ഇതിൽ പറഞ്ഞ പോലെ ഹംസത്ത്, ഉസാമത്ത്, മുആവിയത്ത് പറഞ്ഞ പോലെ ഇതൊക്കെ ആണുങ്ങളെ പേരാണ്. അപ്പൊ ഇതിന്റെ അവസാനം താമർബൂത്ത് ഉണ്ട്. അപ്പൊ ഇത് എന്താണ് മംനൂമിന സർഫിൽ പെടുന്നതാണ്. പിന്നെ അടുത്തത്, സ്ഥലത്തിന്റെ പേരിൽ അവസാനം താമർബൂത്ത് ഉണ്ടെങ്കിൽ, അഥവാ നമ്മളിപ്പോ പറഞ്ഞത് ജുദ്ദത്തോ മക്കത്തോ, ഇതിനൊന്നും എന്തില്ല, തെൻവീനും സ്വീകരിക്കൂല കസറും സ്വീകരിക്കൂല. പിന്നെ അവസാനം ആന് വരുന്നത്, ഇപ്പൊ ഇവിടെ ഉസ്മാനു, അഫ്ഫാനു, സുഫിയാനു, മർവാനു, അഥവാ ഒരു പ്രോപ്പർ നൗണിന്റെ അവസാനം ആനു സ്വീകരിക്കുന്ന നാമങ്ങൾക്ക് തെൻവീനും ഉണ്ടാവില്ല കസറും ഉണ്ടാവില്ല. പിന്നെ അഡ്ജക്റ്റീവ്സിന്റെ അവസാനം ആനു എന്നുള്ളത്, അഥവാ ഫഇലാനു പാറ്റേണിൽ വരുന്നത്, ഫഇലാനു പാറ്റേണിൽ വരുന്ന അഡ്ജക്റ്റീവ്സിന്, അഥവാ കസ്ലാനു, ജൗ ആനു, അത്തിഷാനു, ഷബ് ആനു, മൽ ആനു, അവസാനം ആനു വരുന്ന അഡ്ജക്റ്റീവ്സിന് എന്തുണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല കസറും ഉണ്ടാവില്ല. അടുത്തത് അഫ്അലു പാറ്റേണിൽ വരുന്ന നാമങ്ങൾക്ക്, അഫ്അലു പാറ്റേണിൽ വരുന്ന ഒന്നിനും എന്തുണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല കസറും ഉണ്ടാവില്ല. അതിന് ഉദാഹരണം അഹ്മദു, അൻവറു, അക്ബറു, അഹ്സനു. ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് ഇത് എടുത്തു കഴിഞ്ഞതാട്ടോ, ഒന്നും കൂടി അതാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. അഫ്അലു പാറ്റേണിൽ വരുന്നതാണ് അഹ്മദു, അൻവറു, അക്ബറു. ഇതിനും എന്തില്ല, തെൻവീനും കസറും സ്വീകരിക്കൂല. പിന്നെ കളേഴ്സിന്റെ പേരിന് ഒന്നിനും എന്ത് ഉണ്ടാവില്ല, തെൻവീനും ഉണ്ടാവില്ല കസറും ഉണ്ടാവില്ല. അതിലാണ് എന്ത് അബിയലു, അസ്വദു, അഹ്മറു, അസ്ഫറു, ഇതൊക്കെ എന്താ കളേഴ്സിന്റെ പേരാണ്. അടുത്തത് നോൺ അറബിക് നെയിംസ്, അഥവാ അനറബി പദങ്ങള്. അതിൽ പെട്ടതാണ് എന്ത് വില്യമോ, എഡ്വേർഡോ, ലണ്ടനോ, പാരീസോ, പാകിസ്ഥാനോ, ബാഗ്ദാദ്, ഇബ്രാഹിമോ, ഇസ്മായിലോ, ഇസ്ഹാഖോ. പ്രവാചകന്മാരുടെ അധിക പേരുകൾ എന്താണ്, നോൺ അറബിക് നെയിംസ് ആണ്. ഇബ്രാഹിം, ഇസ്മായിൽ, ഇസ്ഹാഖ് ഒക്കെ എന്താണ്, നോൺ അറബിക് നെയിം ആണ്. അപ്പൊ അനറബി പദങ്ങൾക്ക് എന്തുണ്ടാവില്ല, തെൻവീനും സ്വീകരിക്കില്ല കസറും ഉണ്ടാവില്ല. അടുത്തത് അഫ്ഇലാവ് പാറ്റേണിൽ വരുന്ന ബഹുവചനം, ജംഇന് എന്തുണ്ടാവില്ല, തെൻവീനും കസറും ഉണ്ടാവില്ല. അഥവാ അതിന് ഉദാഹരണം ഉണ്ട് അഇനിയാവു, അസ്ദിഖാവു, അക്തബിയാവു, അതിബാവു. അടുത്തത് ഫുഅലാവ് പാറ്റേണിൽ വരുന്ന ബഹുവചനങ്ങൾക്ക് ഉദാഹരണം ഇതിന് തൊട്ട് മുന്നുള്ളതെന്ന് പറയാം, ജസ്റ്റ് ഒന്ന് പറയാം. അസ്തികാവിന് മുന്നേ ഇനിയാവോ, അതാണോ? അഥവാ അഫ്ഇലാഉ പാറ്റേണിൽ വരുന്നത്, അഫ്ഇലാഉ. അതിന്റെ നോട്ട്സ് ഞാൻ അയച്ചില്ല ഗ്രൂപ്പിലേക്ക്, മറന്നുപോയതാണ്. അഫ്ഇലാഉ ഈ പാറ്റേണിൽ വരുന്ന ബഹുവചനങ്ങൾക്ക് എന്തുണ്ടാവില്ല, തെൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഫുഅലാഉ പാറ്റേണിൽ വരുന്ന ബഹുവചനങ്ങൾ, അഥവാ അതിന് ഉദാഹരണം ഉണ്ട് ഫുഖറാഉ, ഉസറാഉ, സുമലാഉ, ഉലമാഉ. പിന്നെ അടുത്തത് മസാജിദു, അഥവാ നമ്മളിപ്പോ പറഞ്ഞത് മഫായിലു പാറ്റേണിൽ വരുന്നത്, അതിന് ഉദാഹരണം ഉണ്ട് മസാജിദു, മദാരിസു, ഫനാദിക്കു, മക്കാത്തിബു, ദക്കായിക്കു. ഇതിനും എന്തുണ്ടാവില്ല, തെൻവീനും കസറും ഉണ്ടാവില്ല. മഫായിലു. അടുത്തത് മഫായിലു പാറ്റേണിൽ വരുന്ന ബഹുവചനങ്ങൾ. ഇതൊക്കെ ബഹുവചനങ്ങളെ പാറ്റേൺസ് ആണ് ജമ്മിന്റെ. ഇതിനൊന്നും എന്തില്ല ഉണ്ടാവില്ല, തെൻവീന് സ്വീകരിക്കൂല. അപ്പൊ ഇതാണ് മംനൂമിന സർഫിന്റെ ഇതിൽ പെടുന്നത്. ഇങ്ങനെയാണ് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവാം. ഏകദേശമൊക്കെ ഒരു നിങ്ങൾ എന്ത് ചെയ്യാ, ക്ലാസ് കേൾക്കാം, റെക്കോർഡഡ് ക്ലാസ് കേൾക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും.
അപ്പൊ എന്താണ് ഫി ഹാദ ഷാരി, ഈ റോഡിലുണ്ട് എന്ത് സലാസത്തു മസാജിദ, 3 പള്ളികൾ. സലാസത്തു മസാജിദ. അടുത്ത 13 സുഹ്റത്ത. ഹാദ ത്വബീബു ഇസ്മുഹു വില്യമു വഹുവ മിൻ ലണ്ടന ആ. വദാലിക ഇസ്മുഹു ലൂയിസു വഹുവ മിൻ പാരീസ. ലൂയിസു. അത്ത പറഞ്ഞോളൂ. ഈ ഡോക്ടർ, അദ്ദേഹത്തിന്റെ പേര് വില്യം എന്നാണ്, അദ്ദേഹം ലണ്ടനിൽ നിന്നാണ്. ആ. അത് അദ്ദേഹത്തിന്റെ പേര് ലൂയിസ് എന്നാണ്, അദ്ദേഹം പാരീസിൽ നിന്നാണ്. ആ അപ്പൊ ലൂവീസു പറഞ്ഞാല് ലൂയിസ് ആട്ടോ, ലൂയിസ് എന്നുള്ള പേര് കേട്ടില്ലേ, അതാണ്. അപ്പൊ ഇവിടെ പാരീസും ലണ്ടനും ഒക്കെ അനർബി പദങ്ങളാണ്, നോൺ അറബിക് നെയിം ആണ്, അതുകൊണ്ടാണ് കസ്റിന് പകരം ഫത്ഹ് വന്നത്. അടുത്തത് ആയിഷത്ത 14. സയ്യാറത്തി ലൗനുഹ അഖ്ലറു. അഹ്ലറു. ആ അപ്പൊ എന്റെ എന്റെ അല്ല, അഖ്ലറു. അഹ്ലറു. ആ എന്റെ കാറിന്റെ നിറം ആ പച്ചയാണ്. ആ എന്റെ സയ്യാറത്തി, എന്റെ കാറിൽ, ഔനുഹ, അതിന്റെ നിറം അതിന്റെ എന്താണ്? നിറം പച്ച നിറം. പച്ചയാണ്. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ ജാസിംക്ക് നേരത്തെ പറഞ്ഞ പോലെ എന്തുകൊണ്ട് ഫത്ഹ് വരാൻ കാരണം നിങ്ങൾ പറഞ്ഞത്? കളറ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. എന്ത് കളർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കളറിന്റെ സ്ഥാനത്ത് ഞാൻ കെസറിന്റെ സ്ഥാനത്താണ് ഫത്ഹ് കൊടുക്കണം എന്ന് പറഞ്ഞത്. അഥവാ കെസറ് ഇപ്പൊ അവിടെ ഫി ഇല പിന്നെ മുലാഫിലേക്ക് ആണെങ്കിൽ അതൊക്കെ കെസറ് കൊടുക്കേണ്ട സന്ദർഭമാണ്. കെസറ് കൊടുക്കുന്ന സന്ദർഭത്തിലാണ് ഫത്ഹ് കൊടുക്കേണ്ടത്, അല്ലാതെ എല്ലാത്തിലും ഫത്ഹ് കൊടുക്കണമല്ല. കെസറിന് പകരം ഫത്ഹ്. മുലാഫ് അല്ല, കെസറ് കൊടുക്കുന്ന സന്ദർഭത്തിൽ അതിൽ പെടുന്നതാണ് എന്ത് ഹുറൂഫുൽ ജർ, ഇലാഫത്ത്, അതൊക്കെ അതിൽ പെട്ടതാണ്. അല്ലാതെ എപ്പോഴും മംനൂൻ സർഫില് ഫത്ഹ് കൊടുക്കണമെന്നല്ല, കെസറ് കൊടുക്കേണ്ട സന്ദർഭത്തിലാണ് ഫത്ഹ് കൊടുക്കേണ്ടത്. അടുത്തത് 15 സീനത്ത. ഇന്ദി കലമു അഹ്മറ. ഇന്ദി എന്റെ കൈ ഒന്നും കൂടി ഒന്ന് കലമു വായിക്കാം. അഹ്മറ. ഇന്ദി ഒന്നും കൂടി. കലമു അഹ്മറ. അവിടെ എന്തുകൊണ്ട് നിങ്ങൾ കലമൂന്ന് വായിച്ചത്? ഇത് ഇലാഫത്തല്ലേ, ചുവന്ന പേന എന്ന് പറയുന്നത്. ഇന്ത്യ എന്റെ അടുക്കലുണ്ട് ചുവന്ന പേന. അപ്പൊ എന്നാ അതിന്റെ ഒന്ന് പറഞ്ഞേരി, നിങ്ങൾ ഏതായാലും പറഞ്ഞേരി, അതിന്റെ ഒന്ന് പറഞ്ഞേരി ഗ്രാമർ. ഇന്ദി എന്ന് പറയുമ്പോ കലം എന്റെ കയ്യിലുണ്ട്. അതിന്റെ ഇതില് കലമോ അഹ്മറും, ഇത് കലമോ അഹ്മറയാണ് മുബ്തദ. ഇന്ദി അല്ലെ, എനിക്കറിയില്ല. അല്ല നിങ്ങൾ അറിയില്ല, നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് അറിയണതാ, നിങ്ങൾ പറയുന്നതല്ല, ആൻസർ പറയുന്നത് നിങ്ങൾക്ക് അറിയില്ല. എന്റെ കയ്യിലുണ്ട്. എനിക്ക് അറിയേണ്ടത് കലമുൻ അഹ്മറു എന്നുള്ളതിന്റെ നിയമമാണ് അറിയേണ്ടത്. അല്ല, കലമു നിങ്ങൾ അർത്ഥം ഒന്ന് പറഞ്ഞേരി എനിക്ക്. എന്റെ കയ്യിലുണ്ട് ചുവന്ന പേന. അപ്പൊ ചുവന്ന പേന, അപ്പൊ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? അത് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അത് മുബ്തദാണ്. അർത്ഥം ശരിയാണ്. ഇനി അതിന്റെ ഗ്രാമറാണ് എനിക്ക് അറിയേണ്ടത്. മുബ്തദ ഖബറാണോ അറിയേണ്ടത്? അല്ല. കലമു അഹ്മറ എന്ന് പറയുമ്പോൾ ഇലാഫത്താണ്. ഇലാഫത്തല്ല. അല്ല. ചുവന്ന പേന എന്ന് പറയുമ്പോ അഹ്മറ എന്ന് പറയാൻ കാരണം കസറ വരുത്തത് കൊണ്ട് കളറിന് അഹ്മറ എന്നാണ് പറഞ്ഞത്. അതെ, അഹ്മറ എന്നാണ് പറഞ്ഞത്. അഹ്മറ എന്നല്ല, അഹ്മറു. അവിടെ അല്ല, ഞാൻ ചോദിക്കട്ടെ, അവിടെ അഹ്മറ ഇതാണല്ലേ കലമുൻ അഹ്മറു എന്ന് പറയാം. കലമു അഹ്മറു, ചുവന്ന പേനാന്ന് വെച്ചു. ചുവന്ന പേന. കലമുൻ അഹ്മർ, ഇതാണ് സിഫ മൗസൂഫാണ് അല്ലെ. സിഫത്ത് മൗസൂഫിയാണ്, അല്ലാതെ ചുവന്ന പേന. അപ്പൊ കലമുൻ അഹ്മറ. കലമുൻ അഹ്മറ.
അഹ്മറല്ല അഹ്മറു 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 അലമുൻ അഹ്മറു. അതന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. അങ്ങോട്ട് ഈ മംനൂന സർഫ് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഞാൻ കൺഫ്യൂഷൻ ആവരുത്. മുറാഫാന്ന് വിചാരിച്ചു, പെട്ടെന്ന് ഞാൻ അങ്ങനെ ഇവിടെ വിചാരിച്ചു പോയി. ഇവിടെ കലമിന് എന്താണ് തെൻവീനുള്ള ലൊമ്മാണ്. കലമുണ്ട്. അപ്പൊ അതെന്താണ് കലമുണ്ട്. മൗസൂഫാണ്. മൗസൂഫാണ്, വിശേഷിക്കപ്പെട്ടതാണ്. അപ്പൊ അതിന്റെ ഓക്കെ. നാമവിശേഷണത്തിന് എന്ത് വേണം? കലമിന്റെ അതേ തന്നെ വേണം. അപ്പൊ എന്തുകൊണ്ടാ അഹമ്മദിന് തെൻവീന് കൊടുക്കാത്തത്? മംനൂൻ സർഫായതുകൊണ്ട്. മംനൂന കളർ സർഫ് ആയതുകൊണ്ടാണ് അഹ്മറിന് തെൻവീന് കൊടുക്കാത്തത്. എന്താണ്? മംനൂന സർഫ് ആയതുകൊണ്ടാണ് അതിന് തെൻവീന് വരാത്തത്. അപ്പൊ നാമവിശേഷണത്തിന് എന്ത് സിഫത്തിനും മൗസൂഫിനും സെയിം ആയിരിക്കണം. അപ്പൊ അവിടെ തെൻവീന് വരാത്തത് എന്താണ്? അഹ്മർ എന്നുള്ളത് എന്താണ്? കളറിന്റെ പേരാണ്. കളേഴ്സിന്റെ പേരെന്താണ്? അഫ്അല് പാറ്റേണിൽ വരുന്നതാണ്. അതുകൊണ്ട് എന്ത് വരില്ല? തെൻവീന് സ്വീകരിക്കൂല. തൻവീൻ വരില്ല. സമയം എത്രയായി? അടുത്തത് റസീന ടീച്ചർ 16. 16 അൽ ബൈത്തുൽ അബിയദു. അൽ ബൈത്തുൽ അബിയലോ. ഈ വാഷിംഗ്ടന അല്ലേ? അവിടെ ലൊമ്മ ഹർക്കത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അതെന്താ ഹർക്കത്ത് കൊടുത്തത്? ഫീ വരുമ്പോ ഫാത്തിഹ അല്ലേ വരണ്ടേ? എവിടെ നിങ്ങളെ ഹർക്കത്ത് ഉള്ളത്? ഇവിടെ ഈ വാഷിംഗ്ടനും ലൊമ്മ കൊടുത്തിട്ടുണ്ട്. അതല്ലേ നോക്കണ്ടില്ല, അവസാനത്തതാ നോക്കണ്ടേ. അതന്നല്ലേ അവസാനം? അവിടെ നൂനുണ്ട്. നൂനിന് ലൊമ്മ കൊടുത്തിട്ടുണ്ട്. നൂനിന് എവിടെ? ലൊമ്മ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തില്. എവിടെ? എന്നാൽ അത് തെറ്റാട്ടോ. ഒരു നാമത്തിന്റെ അവസാനം ലൊമ്മില്ല. അല്ല, ലൊമ്മാണ് കൊടുത്തത്. അവിടെ ഞങ്ങളുടെ ഫാത്തിഹ പുസ്തകത്തില്. ലൊമ്മ തെറ്റാണ് കേട്ടോ. അത് മാറ്റിക്കളയാ. ലൊമ്മ ഉണ്ട്, തെറ്റാണ്. അൽ ബൈത്തുൽ അബിയൽ പറഞ്ഞാൽ എന്താണ്? വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ്. വൈറ്റ് ഹൗസ് പറഞ്ഞ വൈറ്റ് ഹൗസ് കേട്ടില്ലേ? അമേരിക്ക. വാഷിംഗ്ടൺ അഥവാ വാഷിംഗ്ടൺ. വാഷിംഗ്ടൺ. അപ്പൊ വാഷിംഗ്ടൺ എന്നുള്ളത് ഇവിടെ എന്താണ്? വാഷിംഗ്ടൂന എന്നാണ്. വാഷിംഗ്ടൂന എന്നാണല്ലോ. വാഷിംഗ്ടൺ അഥവാ വാഷിംഗ്ടൺ, അതിന്റെ അർത്ഥാണ് വാഷിംഗ്ടൺ. സ്ഥലത്തിന്റെ പേര് വൈറ്റ് ഹൗസ് നാഹല്ലേ വരണ്ടേ? എന്ത്? ഫത്തഹല്ലേ വരണ്ടേ? ഫത്തഹ. ഫത്തഹല്ലേ? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിൽ എന്താണുള്ളത്? ഇവിടെ ലൊമ്മാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അത് തെറ്റാണ്, മാറ്റാന്. അതാണ് ഞാൻ പറഞ്ഞത്, തെറ്റാണ്. അത് മാറ്റിയതാണ്. ലൊമ്മ മാറ്റിയിട്ട് ഫത്തഹ കൊടുക്കാൻ. അൽ ബൈത്തുൽ അബിയദു ഫി വാഷിംഗ്ടന. വാഷിംഗ്ടൺ. വൈറ്റ് ഹൗസ് എവിടെയാണ്? വാഷിംഗ്ടണിലാണ്. അത് ലൊമ്മ ഉള്ളത് മാറ്റണം കേട്ടോ. ലൊമ്മ തെറ്റാണ്. പിന്നെ അടുത്തത് നസിറത്ത. 17. പോയോ? എന്നാ ജാസിംക്ക് വായിച്ചോളി. 17. ذهب أحمد إلى محمد. മുഹമ്മദൊക്കെ നിങ്ങൾ എന്താ ഫത്ത് കൊടുക്കാൻ കാരണം? അത് ഇതാ മുദാഫ് ഇലൈഹി ഇവിടെ വരുന്നുണ്ടല്ലോ. മുലാഫ് ഇലൈഹി എവിടെ വരുന്നേ? ഇല ഹർഫുൽ ജറാണ്. മുലാഫ് ഇലൈഹി ആണ്. അപ്പൊ ഹർഫുൽ ജറിന്റെ പദം വന്നാൽ എന്താ ചെയ്യേണ്ടേ? ഇതില് നോൺ അറബിക് നെയിംസ് മുഹമ്മദ് എന്നുള്ളത് നോൺ അറബിക് നെയിം അല്ല. മുഹമ്മദ് എന്നുള്ളത് നോൺ അറബിക് നെയിം അല്ല. പ്രോഫറ്റ് നെയിം എന്ന് പറഞ്ഞാണ്. അത് അധിക പ്രോഫറ്റിന്റെ നെയിം എന്നാ പറയാം. എല്ലാ പ്രവാചകന്മാരും അല്ല പറഞ്ഞു. അധിക പ്രവാചകന്മാരെ പേര് എന്താണ്? അനറബിയാണ്. എല്ലാ പ്രവാചകന്മാരും അല്ല ഞാൻ പറഞ്ഞു. അധിക പ്രവാചകന്മാർ. ഇല മുഹമ്മദീൻ എന്നാണോ? അപ്പൊ ഇല മുഹമ്മദീൻ. ഇല വന്നതിനോട് എന്താ കൊടുക്കണം? കസർ കൊടുക്കണം. ഞാൻ എല്ലാ പ്രവാചകന്മാരെ പേരും അല്ലട്ടോ പറഞ്ഞത്. അധിക പ്രവാചകന്മാരുടെ പേരും അനർബി പേരാണ്. എല്ലാ പ്രവാചകന്മാരും അല്ല പറഞ്ഞത്. അധിക പ്രവാചകന്മാരുടെ പേരും അനർബി പേരാണ്. മുഹമ്മദ് എന്നുള്ളത് അറബി പേരാണ്. അതുകൊണ്ട് എന്താണ്? കസർ കൊടുത്ത്. തെൻവീനല്ല. മംനൂൻ സർഫ് ചെയ്യണ്ട. ഇത് അതില് പെടുന്നല്ലോ. മംനൂന സർഫിൽ പെടുന്നല്ല. അടുത്ത 18 സുഹറത്ത.
ذهب محمد إلى أحمد. ആ മുഹമ്മദ് അഹമ്മദിന്റെ അടുത്തേക്ക് പോയി. അടുത്തത് ആയിഷത്ത. أأنت من ആ അൻത ത أأنت من مكة ആ لا أنا من الطائف ആ അർത്ഥം നീ മക്കയിൽ നിന്നാണോ? ആ ലാ അല്ല, അന മിൻ ത്വായിഫി, ഞാൻ ത്വായിഫിൽ നിന്നാണ്. മിന്നല്ല കേട്ടോ, മിന. അവിടെ അല്ല് വരുന്ന കണ്ടില്ല, അപ്പൊ മിന, മിന. മിന ഇല്ല, മിന ത്വായിഫ്, മിന. തോയ്ഫി. ത്വായിഫി. ആ തോയ്ഫി. അടുത്തത് അന മിൻ തോയ്ഫി, മിന തോയ്ഫി പറഞ്ഞാല് ഞാൻ തോയ്ഫിൽ നിന്നാണ്. ഞാൻ അടുത്ത സീനത്ത 20. ഉഖ്തു ഫാത്തിമത്ത ത്വാലിബത്തുൻ. ആ ഫാത്തിമയുടെ സഹോദരി വിദ്യാർത്ഥിനിയാകുന്നു. ആ ഓക്കെ. ബാക്കി അടുത്ത ക്ലാസ് എടുക്കാം. പിന്നെ നമുക്ക് ഇത് കഴിഞ്ഞാൽ റിവിഷൻ ക്ലാസ് എടുക്കാം കേട്ടോ. റിവിഷൻ ഏത് മുതലാണ് വേണ്ടി? ഫസ്റ്റ് മുതൽ വേണോ അല്ലെങ്കിൽ റിവിഷൻ എടുത്തത് മുതൽ? ഫസ്റ്റ് മുതൽ വേഗം 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 വേഗം. ഫസ്റ്റത്തത് മുതൽ, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ. അയ്യഞ്ചില് അതല്ലേ, അപ്പൊ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഇങ്ങനെ കിട്ടും. അതന്നെ ഫസ്റ്റത്തെ റിവിഷന് കഴിഞ്ഞു ഒന്നുകൂടി ചെയ്യാലോ. ആ ഒന്നുകൂടി ചെയ്യാം. സ്പീഡിൽ പോയാ മതി. ഇത് കഴിഞ്ഞാൽ റിവിഷൻ ചെയ്യാം. എന്നാ നിർത്തല്ലേ? ഓക്കെ. കൺഫ്യൂഷൻ മാം. അടുത്ത ടെക്സ്റ്റ് എങ്ങനെയാ? അടുത്ത ടെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത ടേം ആകുമ്പോ നിങ്ങൾക്ക് ബുക്ക് ചെയ്താൽ നിങ്ങൾ അഡ്രസ്സിലേക്ക് അയച്ചു തരും. അപ്പൊ ഇതിന്റെ എക്സാം ഇതിന്റെ എക്സാം അതൊക്കെ ഇതിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ്. അതൊക്കെ ഇതിന്റെ എക്സാം എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അടുത്ത ടേമിലേക്ക് കണ്ടിന്യൂ ചെയ്യണമെന്ന് ഇൻഫോം ചെയ്യാം. നമ്മള് നോട്ടിഫിക്കേഷൻ തരും. അപ്പൊ എന്നിട്ട് നിങ്ങൾ അതിലേക്ക് ആ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്രസ്സിലേക്ക് ബുക്ക് അയച്ചു തരും. എക്സാം റിവിഷന് കഴിഞ്ഞാല്, റിവിഷനെല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം മാർച്ച് ആവും. മാർച്ച് ആവില്ല. മാർച്ചില് നോമ്പിന്റെ ക്ലാസ് ഉണ്ടാവില്ല, റമദാനിലെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഇനിയിപ്പോ റിവിഷന് ഫെബ്രുവരിയില് ക്ലാസ് കഴിഞ്ഞാല് പിന്നെ മാർച്ച് ആകുമ്പോഴത്തേന് റമദാൻ ആകുമ്പോഴത്തേന് എന്തായാലും റിവിഷൻ കഴിയൂല. മാർച്ചിൽ ഉണ്ടാവും റിവിഷൻ. ചിലപ്പോ മാർച്ച് കഴിയാൻ മതി. മാർച്ച് ഏപ്രിലായിരിക്കും. എക്സാം ഓൺലൈൻ ആയിരിക്കും അല്ലേ? ഓൺലൈനാണ്. നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ അയച്ചു തരും. ആൻസർ ഷീറ്റ് നിങ്ങൾ പ്രിന്റ് എടുക്കണോ? ക്വസ്റ്റ്യൻ പേപ്പർ വാട്സപ്പിൽ ഗ്രൂപ്പിൽ അയക്കൂ. അപ്പൊ അതിൽ നോക്കി എഴുതാം. എന്നിട്ട് എന്റെ അഡ്രസ്സിലേക്ക് അയച്ചു തരാം. നിങ്ങൾ ആരും അണ്ടർസ്റ്റാൻഡ് ഖുറാനിലില്ല? മറ്റേ എക്സാം എഴുതിയിട്ടില്ല ഇതുവരെ? അപ്പൊ നിങ്ങൾ പുതിയ ആൾക്കാര് ഉണ്ടാവും. നിങ്ങളൊക്കെ ജാസിംഗൊക്കെ പുതിയ അണ്ടർസ്റ്റാൻഡ് ഖുറാനിലില്ല? ഞാൻ കുറെ കാലമായി, പക്ഷെ ഇതുവരെ എക്സാം ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ എക്സാം വാട്സപ്പിൽ ഇതാക്കിയിട്ട് എനിക്ക് അയച്ചുതരാം. എന്റെ അഡ്രസ്സിലേക്ക് അയച്ചുതരാം. ഇനി ഗൾഫിലുള്ളവരാണെങ്കിൽ ഇനിയിപ്പോ ഇപ്പൊ മുതൽ എന്റെ വാട്സപ്പിലേക്ക് അയച്ചതാണ്. എന്റെ വാട്സപ്പിലേക്ക് എല്ലാം വരണം. എന്നാ നിർത്തല്ലേ? ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.